ക്ലാസ്സിലിരുന്ന് ജസ്റ്റ് കമന്റ് അടിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാരും ഫസ്റ്റ് പ്ലസ് വണ്ണിലെ പരിചയപ്പെട്ടു. ഇപ്പൊ പെട്ടെന്ന് എസ്ഐറ്റ് കഴിഞ്ഞ് ഇറങ്ങുകയാണ്. എല്ലാരും പല വഴിക്കായി പോകരുത്. ആശിഷ് പറഞ്ഞു കോണ്ടാക്ട് ചെയ്യണം. ബാംഗ്ലൂർ പോയ രാഹുൽ എന്നെ വിളിച്ചത് ഒരു മാസം കഴിഞ്ഞിട്ടാണ്. പഠിപ്പിച്ച് കഴിയുമ്പോഴാണ് ഒരു ബോണ്ട് വരുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുള്ളത്. എനിക്ക് പറയാനുള്ള കാര്യം CS2 കാര്യം മാത്രമല്ല, CS1 നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിലല്ല നമ്മുടെ കഥകളിരിക്കുന്നത്, നമ്മളുടെ ആൾക്കാരിലാണ് കഥകളിരിക്കുന്നത്. തേർഡ് പാസ് ഔട്ട് ബാച്ച് ആണ്. ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ലൈക്ക് S1 ഓക്കെ. അപ്പൊ ഞാനും ജസ്ന മിസ്സും ആയിരുന്നു അഡ്വൈസേഴ്സ് ആവാൻ ഉണ്ടായിരുന്നത് S1 തുടങ്ങിയപ്പോൾ, നിങ്ങൾ വന്നപ്പോൾ. പക്ഷെ അന്നേരം എനിക്ക് റിസർച്ചിന് കിട്ടിയപ്പോൾ ഞാനൊരു 6 months ലീവ് പോയി. അപ്പോൾ എലിസബത്ത് മിസ് തിരിച്ച് ജോയിൻ ചെയ്തപ്പോൾ മിസ്സായിരുന്നു നിങ്ങളുടെ ഇനീഷ്യൽ കോർഡിനേറ്റർ. S7 കൊണ്ടുപോയി. പിന്നെ S3 തൊട്ട് ശ്രീജ മിസ് കൂടെ ഉണ്ടായിരുന്നു. S8 ആയപ്പോ പോയി. S3, S4, S5 S4 വരെ എനിക്ക് തോന്നുന്നു വലുതായിട്ട് S8, CS2, CS1 സാധാരണ 2 അഡ്വൈസറിന്. പിന്നെ എനിക്ക് ക്ലാസ് എടുക്കാൻ ഭയങ്കര സൗകര്യമായിരുന്നു. അഡ്വൈസർ പിള്ളേരെയും സാമ് നമ്മൾ ആ കോളേജ് ചെല്ലുമ്പോൾ അവിടെ കാണും.
എന്താ പറയാ ഇതുവഴി പോവാണെങ്കിൽ എല്ലാവർക്കും നല്ല ജോലിയൊക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എത്തിയവരും അതിനായിട്ട് തന്നെ നിൽക്കാനുള്ള പ്രാർത്ഥിക്കാം. ഞാൻ റോഡിൽ പോണവരെ എറിയാണടാ. We might look bad, but we enjoyed, അല്ലേ? ഇപ്പൊ അടുത്ത് ഒന്നും എറിയാനില്ലേ?